ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ട് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം താരത്തിന്റെ പരിശീലകർക്കെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി.ടി. ഉഷ പറയുന്നു. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ മെഡിക്കൽ ടീമിനെ പഴിക്കേണ്ടെന്നും പി.ടി. ഉഷ പ്രസ്താവനയിൽ പറഞ്ഞു. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു. ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ്, പറയും. ഗുഡ് മോർണിംഗ് SKN. ഒളിമ്പിക്സിന് കൊടിയിറങ്ങുമ്പോഴും ഇന്ത്യയുടെ ഒരു തീരാസങ്കടമായി മാറുകയാണ് വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതാ കേസിൽ ഇതുവരെ വിധി വന്നിട്ടില്ല. നാളെയാണ് വിധി വരിക. അക്കാര്യത്തിൽ ഒരു മെഡൽ കിട്ടുമോ എന്നുള്ള ആകാംക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ മെഡൽ കിട്ടിയില്ലെങ്കിൽ അതായിരിക്കും ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു കാര്യമായി രേഖപ്പെടുത്തുക. അതേസമയം മെഡൽ നേടുകയാണെങ്കിൽ ഈ ഒളിമ്പിക്സ് നമുക്ക് ഇതുവരെ ദുരന്തമായിരുന്നു, അതൊരു പക്ഷേ ഏറ്റവും തിളക്കമുള്ളതാക്കി മാറ്റാനും സാധിക്കും. അതിനിടെയാണ് വിനേഷിൻ്റെ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിന് ഉത്തരവാദിത്തം താരത്തിൻ്റെ പരിശീലകർക്ക് തന്നെയാണെന്നാണ് പറയുന്നത്. താരം തന്നെ അറിയിച്ച പ്രകാരമുള്ള പരിശീലകരെയാണ് കൂടെ ഉണ്ടായിരുന്നത്. അവരാണ് ന്യൂട്രീഷനിസ്റ്റും ഒക്കെ തന്നെയാണ് താരത്തിൻ്റെ ഭാരത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അല്ലാതെ IOA നിയോഗിച്ച മെഡിക്കൽ സംഘമല്ല എന്നതാണ്. വലിയ വില കൊടുത്ത ദിൻഷോ പട്ടിവാല എന്നുള്ള ഒരു മെഡിക്കൽ സംഘത്തെയൊക്കെ തന്നെ ഇത്തവണ ഇന്ത്യൻ ടീം പാരീസിൽ എത്തിച്ചിരുന്നു. അതായത് ഇത്തവണ ഏറ്റവും വലിയ നേട്ടമായി PT ഉഷ ഉയർത്തിക്കാട്ടിയതും ഈ മെഡിക്കൽ സംഘമാണ്. പക്ഷേ ഈ ഒരു ചെറിയ കാര്യത്തിൽ 100 ഗ്രാം ഭാരം കുറയ്ക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ ഒരു വലിയ മെഡൽ നേട്ടം നഷ്ടമായതിൽ വലിയ പ്രതിഷേധമാണ്. ദിൻഷോ പാട്ടിവാലയ്ക്കെതിരെ അടക്കം വലിയ വിമർശനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് PT ഉഷ ഇപ്പോൾ അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ വലിയ വിമർശനവും PT ഉഷയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഉയരുന്നുണ്ട്. കാരണം ഒരു കേസിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നാളെ രാത്രിയാണ് ഇക്കാര്യത്തിൽ വിധി വരിക. അതിനു മുമ്പ് എന്തിന് PT ഉഷ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി എന്ന തരത്തിലൊക്കെ തന്നെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഗുസ്തി താരങ്ങളുടെ സമരസമയത്ത് PT ഉഷ ഈ സമരപ്പന്തലിൽ എത്തിയപ്പോൾ താരങ്ങളോടുള്ള ചില പെരുമാറ്റവും ഒടുവിൽ അവിടെ നിന്ന് ഓടിപ്പോരേണ്ട അവസ്ഥയൊക്കെ വന്നിരുന്നു. അതിൽ നിന്ന് വലിയ മാറ്റം വന്നു എന്നൊക്കെ തന്നെ കരുതിയതാണ്. വിനേഷ് ഫോഗട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ PT ഉഷ ചെന്നപ്പോഴൊക്കെ തന്നെ ആരാധകർ അതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ PT ഉഷയുടെ ഈ പ്രസ്താവന ഇപ്പോൾ നിലവിൽ എന്തായാലും വീണ്ടും വിവാദമായിരിക്കുന്നു. പല രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും വിധി വരാനുള്ള കാത്തിരിപ്പിലാണ്. നാളെ രാത്രി 9:30-ക്കാണ് ഈ കേസിലെ വിധി വരിക. എന്തായാലും രാജ്യമൊന്നാകെ കാത്തിരിക്കുകയാണ് വിനേഷ് ഫോഗട്ടിന് മെഡൽ കിട്ടുമോ എന്നുള്ളത്. ഒരുപക്ഷെ കിട്ടിയില്ലെങ്കിൽ വലിയ ചർച്ചകളിലേക്കും ഇല്ലെങ്കിൽ IOAക്കെതിരെ തന്നെ വലിയ വിമർശനങ്ങൾക്കും അത് ഇടയാക്കുമെന്ന് ഉറപ്പാണ് SKN.